പച്ച വെളിച്ചം കണ്ട് കണ്ണു മങ്ങിപ്പോയ കേരളത്തിലെ മാധ്യമങ്ങളോട് ക്രൈസ്തവ സമൂഹത്തിന് ചിലത് പറയാനുണ്ട്. മുഹമ്മദ് മുസ്തഫ എന്ന മത തീവ്രവാദി വിശുദ്ധ ബൈബിൾ കത്തിച്ച് സമാധാനപൂരിതമായ കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തിലേക്ക് കലാപത്തിന്റെ വിത്തെറിഞ്ഞിട്ടും അത് അറിഞ്ഞ ഭാവം നടിക്കാതെ പൊട്ടം കളിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി. ഇന്ത്യയിൽ അപൂർവങ്ങളിൽ അപൂർവമായി നടന്ന ഒരു സംഭവമായിരുന്നു അത്. ഈ സംഭവം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യത്തെ ഗൗരവമായി എടുത്ത് വാർത്തയാക്കിയിട്ടില്ല. ഇനി സെക്കുലർ എന്ന് സ്വയം നടിച്ച് വാർത്ത പടച്ചുവിടുന്ന അനേകം ഓൺലൈൻ ചാനലുകൾ ഉണ്ടല്ലോ കേരളത്തിൽ, അവരും തദൈവ. മറുനാടൻ മലയാളിയടക്കം 2-3 യൂട്യൂബ് ചാനലുകളും ക്രൈസ്തവ ധാരയിലുള്ള യൂട്യൂബ് ചാനലുകളും മാത്രമാണ് വേദനാജനകവും അത്യന്തം ആശങ്കപ്പെടുത്തുന്നതുമായ ഈ വാർത്ത ശരിയായ വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചത്. കേരള ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ബൈബിൾ കത്തിച്ച് ചാമ്പലാക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ച് എല്ലാം അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം നടിക്കാതെ കേരളത്തിലെ ജനങ്ങളെ തരം തിരിച്ച് ഏകപക്ഷീയമായി വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് എന്നതിന് ഉദാഹരണമല്ലേ ഈ സംഭവം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേവലം യാദൃശികമായിട്ടല്ല, കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ട് ആരുടെയൊക്കെയോ ആജ്ഞാനുവർത്തികളായി നിന്നുകൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് ആരെയൊക്കെയോ രക്ഷിക്കാൻ നോക്കുകയാണ് അവർ രക്ഷിച്ചെടുക്കാൻ നോക്കുന്നത് മത തീവ്രവാദത്തിന്റെ വിഷം പേറി നടക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധന്മാരെയും അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരെയാണ് എന്നതാണ് വിചിത്രമായ കാര്യം. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ജാഗ്രതാ കമ്മീഷൻ, ബിഷപ്പുമാർ, KCYM, കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള ക്രൈസ്തവ സംഘടനകൾ, കൂടാതെ BJPയും കേരള കോൺഗ്രസ് എമ്മിന്റെ യൂത്ത് ഫ്രണ്ടുമൊക്കെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും കേരളത്തിലെ മാധ്യമ പ്രഭുക്കന്മാർ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ജനാധിപത്യത്തിന്റെ 3-ാം തൂണായ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കുമുണ്ടോ സമദൂര സിദ്ധാന്തങ്ങളും വിട്ടുനിൽക്കലും അകലം പാലിക്കലും, അതും ക്രൈസ്തവ സമുദായത്തിന്റെ മാത്രം കാര്യങ്ങളിൽ? ഇനി പ്രശ്നം കലുഷിതമാക്കാതിരിക്കാനാണ് ഈ മൗനം പാലിക്കൽ എന്നാണ് ഇവരുടെ വാദമെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ, ഇന്നേ വരെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വാർത്ത മതസ്പർദ്ധ വളർത്തുമെന്ന് ചിന്തിച്ച് ഇവർ മുക്കിയതായി ഇന്ന് വരെ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പൊടുപ്പും തൊങ്ങലും ആവോളം നിറച്ച് മതവികാരങ്ങളെ ഇളക്കിവിടുന്ന രീതിയിൽ കൊടുക്കാറുമുണ്ട്. മാത്രമല്ല, സഭയുടെ പിതാക്കന്മാരോടും വൈദികരോടും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തോടും എത്രത്തോളം വെറുപ്പ് പൊതുസമൂഹത്തിനുള്ളിൽ കുത്തിവെക്കാമോ അത്രയും അധികം തന്നെ ഇന്നേ വരെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് മാന്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ക്രൈസ്തവരെ ക്രിസംഗികളെന്ന് ആക്ഷേപിച്ച് എന്ത് അധിക്ഷേപവും നടത്തുവാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. മാധ്യമ കിടമത്സരത്തിലെ കളികളിൽ റേറ്റിംഗ് കൂട്ടുന്നതും ലാഭമുണ്ടാക്കുന്നതും മാത്രമായിരിക്കരുത് മാധ്യമങ്ങളുടെ ലക്ഷ്യം. ജനാധിപത്യത്തെ പരിരക്ഷിച്ചു നിർത്താൻ പരിശ്രമിക്കുന്നതും നിയമവാഴ്ച സുസ്ഥിരമാക്കാൻ അധ്വാനിക്കാനും ശബ്ദവും നീതിയും നിഷേധിക്കപ്പെട്ടു പോകുന്ന സമൂഹങ്ങൾക്ക് നാവായി നിൽക്കാനും മാധ്യമങ്ങൾക്ക് കഴിയണം. നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിൽ മതഭ്രാന്തന്മാർ അഴിഞ്ഞാടുമ്പോൾ ആ വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. ക്രൈസ്തവ സഭകളുടെ അങ്ങേയറ്റം ആഭ്യന്തരമായ കാര്യങ്ങളിൽ പോലും പാപ്പരാസികളെ പോലെ നുഴഞ്ഞു കയറി വന്ന് മാധ്യമങ്ങൾ അനാവശ്യമായ പ്രതിബദ്ധതയും വീര്യവും കാണിക്കാറുണ്ടല്ലോ. എന്നാൽ ക്രൈസ്തവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ക്രൈസ്തവർ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരുപോലെ തിമിരബാധയുണ്ടാകുന്നത് അപലപനീയവും ആപൽക്കരവുമാണ്. ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും കഴിക്കുന്ന ആഹാരത്തിൻ്റെയും തുമ്പും തരവും നോക്കി കോലാഹലമുണ്ടാക്കി അതിലേക്ക് രഹസ്യമായി ജാതീയത കലർത്തി ഇരവാദവും കരച്ചിലുമായി ചിലർ തങ്ങളുടെ വർഗീയ അജണ്ടകൾ പുറത്തെടുക്കുമ്പോഴും അതെല്ലാം കൊണ്ടുപിടിച്ച് വാർത്തയാക്കാനും ചർച്ചയാക്കാനും മാധ്യമങ്ങൾ മത്സരിച്ചത് 2 ആഴ്ച മുമ്പാണ്. എന്നാൽ ക്രൈസ്തവർ അവമാനിക്കപ്പെടുമ്പോൾ,
ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ കത്തിച്ചാമ്പലാക്കുമ്പോൾ അവർ ഒരുത്തന്റെയും നാവ് അനങ്ങുന്നില്ല. ഒരു മാധ്യമങ്ങളും അതിൽ ഒരു വാർത്തയുടെ സ്കോപ്പ് കാണുന്നില്ല. മത തീവ്രവാദികളിൽ നിന്ന് കനത്ത തുക അച്ചാരം പറ്റി മാധ്യമ പണി ചെയ്യുന്നവരുണ്ട് എന്ന സൂചനയാണ് ഈ ദിവസങ്ങളിൽ നടന്ന NIA ചോദ്യം ചെയ്യൽ വെളിപ്പെടുത്തുന്നത്. ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിച്ച് യജമാന കോപം വരുത്തി സ്വന്തം കഞ്ഞികുടി മുട്ടിക്കില്ലെന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകാം. പക്ഷേ അവരോട് പറയാനുള്ളത് ഇതാണ്: ക്രൈസ്തവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങൾ എത്ര ശക്തമായി കണ്ണുകൾ അടച്ചു പിടിച്ചാലും നിങ്ങൾ അവഗണിച്ച നഗ്ന സത്യങ്ങൾ പകൽ വെളിച്ചത്ത് വെട്ടിത്തിളയ്ക്കുന്നത് പോലെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നിരിക്കും. കേരളത്തെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ചതും പത്രപ്രവർത്തനത്തിന് തുടക്കമിട്ടതും ക്രൈസ്തവ മിഷണറിമാരാണ് എന്ന സത്യമെങ്കിലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഓർക്കുന്നത് നല്ലതാണ്. അവിടെ നിന്നാണ് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളുടെയും കടന്നുവരവെന്ന് ക്രൈസ്തവരെ അവഗണിക്കുന്നവർ ഓർക്കുക. നീതിയുടെ ഭാഗത്ത് നിന്ന് വ്യതിചലിച്ച് അനീതിയുടെ കൂലി വാങ്ങി ആഹാരിച്ചിട്ട് കള്ളങ്ങളെ സത്യങ്ങളാക്കിയും നഗ്ന സത്യങ്ങളെ കള്ളങ്ങളാക്കിയും ചിലത് കണ്ടില്ലെന്ന് നടിച്ചും ജീവിക്കുന്നത് മാധ്യമരംഗത്തെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. മാത്രമല്ല ആത്മഹത്യാപരവും അപമാനകരവുമാണ്. മാധ്യമ സുഹൃത്തുക്കളോട് അവസാനമായി ഒരു കാര്യം കൂടി: നിങ്ങൾ ഇത്തരം വാർത്തകൾ മൂടി വെച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം ദുർബലമായി ചിന്നിച്ചിതറി പോകുമെന്നത് നിങ്ങളുടെയും നിങ്ങളെ ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഏൽപ്പിച്ചവരുടെയും വെറും വ്യാമോഹം മാത്രമാണ്. സത്യം പറഞ്ഞും സുവിശേഷം പ്രഘോഷിച്ചും നീതിക്ക് വേണ്ടി ശബ്ദിച്ചും ക്രൈസ്തവ സമൂഹം തുടർന്നും ഇവിടെ തന്നെ കാണും. എന്തുകൊണ്ടെന്നാൽ അവരുടെ യജമാനൻ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ.